Children, good morning. How are you? How are you? Are you fine? Yes. Okay. Then, what about your study? How many chapters completed in last month's EVS? The last week? Anybody can say? All are open EVS textbook? Today we are start new chapter. You are ready to study? Yes, okay. Then open textbook. Page number 35 open. Page number 35. Plants around us. Plants around our new chapter. This chapter, chapter 7, based on our nature, our plants. Okay? Are you ready? Yes. One pencil. Take one pencil. Yes, okay. Listen, our class. First I read this paragraph. Listen. We see many kinds of plants around us. Plants are of different shapes and sizes. Some are big, some are very big in size. Tall and strong plants are called trees. For example, banyan, peepal and coconut tree. Then you look our surroundings. Oh, many plants, our surroundings, our environment is full of green color. Full of is green color. നോക്കിയേ എല്ലായിടത്തും നോക്കുമ്പോഴും എന്താണ് പച്ചപ്പാണ് അല്ലേ ഒരു മരതകം ഒരു പച്ച നിറമാണ് നമ്മുടെ നേച്ചർ കാരണം ഫുൾ ഓഫ് പ്ലാന്റ്സ് ദീസ് പ്ലാന്റ്സ് ആർ ഡിഫറെൻറ്റ് സൈസസ് ആൻഡ് ഡിഫറെൻറ്റ് ഷേപ്സ് അല്ലേ എല്ലാ പ്ലാന്റ്സും എന്താണ് ഒന്ന് മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ചുറ്റും നോക്കിയാൽ മോർ ആ കോക്കനട്ട് പ്ലാന്റ് നമ്മുടെ കേരളം തന്നെ എന്താണ് കേരങ്ങളുടെ നാടാണ് അതുകൊണ്ട് എവിടെ നോക്കിയാലും എന്താ കോക്കനട്ട് പ്ലാന്റ് ആണല്ലേ എന്നാൽ കോക്കനട്ട് പ്ലാന്റ് പോലെയാണോ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ് പോലെയാണോ മാംഗോ ട്രീ അല്ല എന്താണ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ആ പ്ലാന്റ്സിനെ കുറിച്ച് പ്ലാന്റ്സിൻ്റെ സൈസ് ഷേപ്സ് ലീവ്സ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ലിസൺ ദീസ് plants are different shapes and sizes. Some are big plants. ചില പ്ലാന്റ്സ് വളരെ വലുതായിരിക്കും ആ പ്ലാന്റ്സ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ഫോർ എക്സാമ്പിൾ പീപ്പിൾ ട്രീ ബനിയാൻ ട്രീ ആൻഡ് മാംഗോ ട്രീ ടീക്ക് അല്ലേ തേക്ക് മാംഗോ ട്രീ അതുപോലെ തന്നെ എന്താണ് ജാക്ക് ഫ്രൂട്ട് പ്ലാവ് ചക്ക ഉണ്ടാവുന്ന അങ്ങനെയുള്ളതൊക്കെ എന്താ വലിയ വലിയ തടിമരങ്ങൾ അല്ലേ ബിഗ് സ്റ്റം അതിനാണ് എന്ത് പറയാ ട്രീസ് are big plants. Trees are very big plant. Yes, listen. You understand the trees? Trees and strong plants are called tall and strong. വളരെ നീളം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല സ്ട്രോങ്ങും ആയിരിക്കും trees. Then for example banyan, peepal and coconut tree. Okay. This look the picture. Banyan, coconut trees and peepal. Okay. Next, small bushy plants are called shrubs. Shrub means കുറ്റിച്ചെടികൾ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ shrubs. Shrubs. For example, rose, hibiscus, and this cotton plants. ഇതൊക്കെ എന്തിൽ പെടും ഷർബ്സിൽ പെടും ചെറിയ ചെറിയ ഒല ഹൈറ്റ് ഇല്ലാതെ കുറ്റിച്ചെടികളായിട്ട് കണ്ടോ ഹിബിസ്കസ് ചെമ്പരത്തിയൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ വലിയ മാംഗോ ട്രീ പോലെ വളരുമോ ഹിബിസ്കസ് ഇല്ല അങ്ങനെ ചെറിയ ട്രീസിൻ്റെ താഴെയുള്ള കുറ്റിച്ചെടികളെ പറയുന്നതാണ് എന്ത് ഷർബ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യെസ് നെക്സ്റ്റ് ഹെർബ്സ് ഹെർബ്സ് മീൻസ് ഔഷധച്ചെടികൾ എന്നാൽ ഷെർബ്സിനേക്കാളും താഴെയായിരിക്കും എന്ത് ഹെർബ്സ് ദാറ്റ് ഫോർ എക്സാമ്പിൾ മിൻറ്റ് റൈസ് പ്ലാന്റ് സ്പിനാച്ച് ദാറ്റ് ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് ഹെർബ്സ് യു അണ്ടർസ്റ്റാൻഡ് ദ ട്രീസ് shrubs and herbs then today our plants in
kinds of plants, we are studied these 3 types of plants: trees, shrubs and herbs. Understand it? Trees are long plants and tall and long plants. For example, mango tree, banyan tree, teak, then etc. Okay, next shrubs. Shrubs means this is the small bushy plant. അങ്ങനെ കുറ്റിച്ചെടികളായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ റോസ്, കോട്ടൺ പ്ലാന്റ്, ഹിബിസ്കസ് എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ഹെർബ്സ്. ഹെർബ്സ് മീൻസ് ഔഷധച്ചെടികൾ, മിൻറ്റ്, സ്പിനാച്ച് ആൻഡ് റൈസ് പ്ലാന്റ്. ഓക്കെ, understand it? Clear these kinds of plants? Yes. Look this picture. Rose plants, cotton plants, this the herbs, rice plant, spinach plants. Okay, clear these kinds of plants? Okay. Then next page open. Plants in different shapes. Next page open. Plants in different places. പല പ്ലാന്റ്സും പല കണ്ടീഷനിൽ, പല എന്താ പറയുക, ക്ലൈമറ്റിക്കൽ കണ്ടീഷനിൽ ലിവ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. പ്ലാന്റ്സ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. പല എന്താ പറയുക, ചിലത് വാട്ടറിൽ, വെള്ളത്തിൽ വളരുന്നതുണ്ട്, ചിലത് ഡെസേർട്ടിൽ, ചിലത് എന്തായിരിക്കും മൗണ്ടൻ ഏരിയാസിൽ, ഹോട്ട് ക്ലൈമാറ്റിക് റീജിയനിൽ അങ്ങനെ വളരുന്ന പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, ലിസൺ. Fir and pine trees. Fir and pine trees grow in mountains where it is always cold. എല്ലാ സമയത്തും നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയാസ്, അതാണ് മൗണ്ടൻ ഏരിയാസ്. ഹിമാലയ മൗണ്ടെയ്ൻസ്, ദിസ് ആൻറ്റാർട്ടിക് സർക്കിളിലൊക്കെ പെടുന്ന അവിടെയൊക്കെ എന്തായിരിക്കും, എല്ലായ്പ്പോഴും കൂടുതൽ തണുപ്പായിരിക്കും. ആ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഫിർ ആൻഡ് പൈൻ ട്രീസ് ഒക്കെ കാണപ്പെടുന്നത്. ദിസ് ദ മൗണ്ടൻ ഏരിയാസ്. These plants are grow in mountain areas. Understand it? Mountain areas means പർവ്വതങ്ങൾ, കുന്നും മലകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ ലില്ലീസ് ആൻഡ് ലോട്ടസ് പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ വാട്ടർ പ്ലാന്റ്സ്, വാട്ടർ ലില്ലീസ് ആൻഡ് ലോട്ടസ്, ഇതൊക്കെ എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? വെള്ളത്തിലാണല്ലേ. ദാറ്റ് ഈസ് വാട്ടർ പ്ലാന്റ്. വാട്ടർ ലില്ലീസ് ആൻഡ് ലോട്ടസ് പ്ലാന്റ്സ് ഗ്രോ ഇൻ വാട്ടർ. അണ്ടർസ്റ്റാൻഡ്? Next, this the coconut trees grow in hot places near the seas. Coconut trees, അതെന്താണ്? കുറച്ച് കോക്കനട്ട് ട്രീസിന് എന്താ വേണ്ടത്? ദിസ് ദ ഹോട്ട് പ്ലേസസ്. കൂടുതൽ മഴയല്ല, കുറച്ച് മഴയും കുറച്ച് എന്താണ് ഹോട്ടും ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് എന്ത് ചെയ്യുന്നത്, കോക്കനട്ട് പ്ലാന്റ് കൂടുതലായി വളരുന്നത്. ഫോർ എക്സാമ്പിൾ ദ നിയറസ്റ്റ് സീസ്, കൂടുതൽ എന്താണ് കടലോര പ്രദേശങ്ങളിൽ. ഓക്കെ, നെക്സ്റ്റ് മാംഗോ ആൻഡ് നീം ട്രീസ് ഗ്രോ ഇൻ വാം പ്ലേസസ്. കൂടുതൽ ചൂടുള്ള കണ്ടീഷൻ ക്ലൈമറ്റിക്കിലാണ് മാംഗോ പ്ലാന്റ് അതുപോലെ നീം പ്ലാന്റ് ഒക്കെ വളരുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാക്ടസ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ഹോട്ട് ഡെസേർട്ട്സ് വേർ വാട്ടർ ഈസ് വെരി ലിറ്റിൽ. എന്നാൽ കാക്ടസ് മരുഭൂമിയിലെ വൃക്ഷമാണ് ഇത്, കാക്ടസ്. അപ്പോൾ ഈ കാക്ടസിനെ എന്താണ്, മരുഭൂമിയിൽ വല്ലപ്പോഴും മാത്രമേ മഴ ലഭിക്കുന്നുള്ളൂ. ആ സമയത്ത് കിട്ടുന്ന ഒരു ഇത്തിരി വെള്ളം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാക്ടസ് വളരുന്നത്. അതിന് വെള്ളം ആവശ്യമില്ല, കുറച്ച് മാത്രമേ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. Okay, you understand this? This the mountain fir and pines grows in mountain areas. Water lilies and this the lotus grow in water. This coconut grow in hot places that near the sea. Mango and neem grow in warm places. Cactus grow in deserts. Okay, understand it? Next, leaves of plants. Leaves of plants. Listen. Are you ready? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ്സിൻ്റെ ലീവ്സിനെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞു, അവർ സറൗണ്ടിങ്സ്, അവർ എൻവയോൺമെൻറ്റ്സ്, ദെൻ ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ദീസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആവ് ഡിഫറെൻറ്റ് ലീവ്സ്. നിങ്ങളുണ്ടോ, ഈ പ്ലാന്റ്സിൻ്റെ ലീവ്സിലും ഡിഫറെൻ്റ് ഉണ്ട്. ഒരു പ്ലാന്റ്സിൻ്റെ ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് പ്ലാന്റ്, ഞാൻ കുറച്ച് പ്ലാന്റ്സിൻ്റെ ലീവ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നോക്കിയേ, മാംഗോ ട്രീ. ദിസ് ദ ലീവ്സ് ഓഫ് മാംഗോ ട്രീ.
ഇത് മാംഗോ ട്രീ ലീവ്സ് ആണ്. ദിസ് ദ ഹിബിസ്കസ്. ദിസ് ഈസ് hibiscus leaves. These the mango tree leaves. This the jackfruit. കണ്ടോ ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീവ്സ് കണ്ടോ, ഇതാ കുറച്ചൊരു ഓവൺ ഷേപ്പ് ആയിട്ട് അല്ലേ, എന്താണ് വെയിൻസ്, 2 വെയിൻസ്. ദിസ് ദ ഹിബിസ്കസ് ഈസ് വെരി സോഫ്റ്റ് ലീവ്സ്. ദിസ് ദ മാംഗോ ട്രീ ലീവ്സ് ഒന്നുകൂടെ നീളം കൂടുതലുണ്ട് അല്ലേ, ജാക്ക് ഫ്രൂട്ടിൻ്റെ പോലെ അല്ലല്ലോ. നമ്മളെ ബനാന ലീവ്സ് ആണെങ്കിലോ വാഴയുടെ ആണെങ്കിലോ വലുത്, നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ എടുക്കും അല്ലേ. എന്നാൽ കോക്കനട്ടിൻ്റെ ആണെങ്കിലോ ഒരു നീളമായിട്ടാണ് വരുന്നത്. അങ്ങനെ പല സൈസിലുള്ള ലീവ്സാണ് പല പ്ലാന്റ്സിനും നമ്മൾ കാണുന്നത്. ഓക്കെ, ലീവ്സ് ആർ ഡിഫറെൻറ്റ്. plants and leaves. These leaves are different shapes and sizes. ഉണ്ടോ, ചിലത് റൗണ്ട് ആയിരിക്കും, ചിലത് ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും, ചിലത് ലോങ് ട്രയാങ്കിൾ ആയിരിക്കും. അങ്ങനെ ഷേപ്സിലും എന്തുണ്ട്, ഡിഫറെൻ്റ് ഉണ്ട്. സം ആർ റൗണ്ട്, സം ആർ ലോങ് ആൻഡ് സം ആർ ട്രയാങ്കിൾ. സം ഹാവ് സ്ട്രൈറ്റ് മാർജിൻ, സം ഹാവ് ഈവൺ മാർജിൻസ്. ചിലതിലെന്തായിരിക്കും ഇങ്ങനെ നേരെ മാർജിൻ പോലെ ഉണ്ടായിരിക്കും. മോസ്റ്റ് ലീവ്സ് ആർ ഇൻ ഗ്രീൻ കളർ. എന്നാൽ എന്താണ്, കൂടുതൽ പ്ലാന്റ്സും എന്താണ് ഗ്രീൻ കളറിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത് നമുക്ക് ചുറ്റും എന്താണ് ഒരു ഗ്രീൻ കളറാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദ മോസ്റ്റ് ഓഫ് ദം പ്ലാന്റ്സ് ആർ ഇൻ ഗ്രീൻ കളർ. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? ഈസ് ദ സം ആർ ഈവൻ യെല്ലോ, സം ആർ പർപ്പിൾ. അതിൽ കുറച്ച് മാത്രമേ എന്താണ് യെല്ലോ അതുപോലെ പർപ്പിൾ കളറൊക്കെ ആയിട്ട് കാണുന്നുള്ളൂ. ലീവ്സ് പ്രിപ്പയർ ഫുഡ് ഫോർ പ്ലാന്റ്സ്. എന്താ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീവ്സാണ്. ഓക്കെ, ലീവ്സാണ് എന്ത് ചെയ്യുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്. ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്. അപ്പോൾ നമ്മളെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അടുക്കളയല്ലേ. നമ്മുടെ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതൊക്കെ എവിടെയാണ്, സിറ്റ് ഔട്ടിൽ വെച്ചിട്ടാണോ? നോ. എവിടെ വെച്ചിട്ടാണ്? ഡൈനിങ് ഹാളിലാണോ? നോ. എവിടെ? കിച്ചണിൽ. കിച്ചൺ എന്തിനുള്ളതാ? ഫുഡ് കുക്ക് ചെയ്യാൻ. അപ്പോൾ അതുപോലെ പ്ലാന്റ്സിനെ സംബന്ധിച്ച് പ്ലാന്റ്സിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീവ്സാണ്. സോ ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? എന്തുകൊണ്ടാണ് ലീവ്സ്, എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം, വൈ ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്. എന്താണ്? ലീവ്സ് ആർ പ്രിപ്പയർ ദ ഫുഡ് ഫോർ പ്ലാന്റ്സ്. അണ്ടർസ്റ്റാൻഡ്? ലീവ്സ് ആണ് നമ്മുടെ പ്ലാന്റ്സിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ് ഇറ്റ്? അതുകൊണ്ടാണ് ലീവ്സിനെ കിച്ചൺ ഓഫ് എ പ്ലാന്റ് എന്നത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതവിടെ കുറച്ച് ലീവ്സ് കൊടുത്തിട്ടുണ്ട്. ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആൻഡ് സൈസസ്. പപ്പായ ഉണ്ടോ, മാംഗോ ട്രീ, ബനിയാൻ ട്രീ. നെക്സ്റ്റ് റീഡ് ടു നോ കോളിഫ്ലവർ ഈസ് നോട്ട് എ വെജിറ്റബിൾ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വീട്ടിൽ കൊടുത്ത് നിങ്ങൾക്ക് റോസ്റ്റൊക്കെ ആക്കി തരാറില്ലേ. എന്നാൽ കോളിഫ്ലവർ എന്ന് പറയുമ്പോൾ അതൊരു വെജിറ്റബിൾ അല്ല. കോളിഫ്ലവർ എന്താണ്? അതൊരു ഫ്ലവറാണ്. അതുപോലെ തന്നെ ടൊമാറ്റോ ആൻഡ് ബ്രിഞ്ചൽ ആർ എ ഫ്രൂട്ട്സ് ഓഫ് എ പ്ലാന്റ്സ്. ടൊമാറ്റോ ആൻഡ് ബ്രിഞ്ചൽ ആർ ദ ഫ്രൂട്ട്സ് ഓഫ് എ പ്ലാന്റ്. കോളിഫ്ലവർ ഈസ് നോട്ട് എ വെജിറ്റബിൾ ബട്ട് എ ഫ്ലവർ ഓഫ് പ്ലാന്റ്. ദസ് ദ ടൊമാറ്റോ ആൻഡ് ബ്രിഞ്ചൽ ആർ എ ഫ്രൂട്ട്സ് ഓഫ് പ്ലാന്റ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിലൊരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇനി നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇന്ന് വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഞാനൊരു ടൈം വയ്ക്കുക. ടൈമിൽ പറ്റുന്ന കുട്ടികളെല്ലാവരും മാക്സിമം കുട്ടികൾ എന്ത് ചെയ്യണം, 2 സെക്ഷനായിട്ടാവും നടത്തുക. അത് ഞാൻ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ട് ടെക്സ്റ്റ് എല്ലാം നല്ല റീഡ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ എഴുതിയിടണം. എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് പെട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. നോക്കിയേ, ആക്ടിവിറ്റി. ഡിഫറെൻറ്റ് ലീവ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്മെൽസ്. അപ്പോൾ നോക്കിയേ, ഇനി പല ലീവ്സിനും എന്നാൽ മോസ്റ്റ് ഓഫ് ദ ലീവ്സ് ആർ നോ സ്മെൽസ്. എന്നാൽ എന്താണ്, സം ലീവ്സ് ആർ സ്മെൽസ് അല്ലേ. കൂടുതൽ ലീവ്സിന് എന്തില്ല, സ്മെല്ലില്ല. എന്നാൽ ചിലതിന് എന്താണ്, മിൻറ്റ്, ലെമൺ പ്ലാന്റ്സ്, കൊരിയൻഡർ, അതുപോലെ തന്നെ മാംഗോ, അതിനൊക്കെ എന്തുണ്ട്, സ്മെല്ലുണ്ട്. നീം സ്മെല്ലുള്ള പ്ലാന്റ്സ് ലീവ്സാണ്. നോക്കിയേ, തിങ്സ് റിക്വയർഡ്. ലീവ്സ് ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ലൈക്ക് നീം, ബാസിൽ മീൻസ് തുളസി, ആൻഡ് മിൻറ്റ് പുതിന, ആൻഡ് ലെമൺ ആൻഡ് മാംഗോ.
നിങ്ങൾ ഏതെങ്കിലും എന്ത് എടുക്കുക, കുറച്ച് പ്ലാന്റ്സിൻ്റെ ലീവ്സ്, ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ലീവ്സ് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്രഷ് ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് സ്മെൽ ദം. അത് ആദ്യം ഒന്നെടുക്കുക. ഒന്നെടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തുളസി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്തു, സ്മെല്ല് ചെയ്തു. അതുപോലെ നെക്സ്റ്റ് നിങ്ങൾ എന്തെടുക്കുക, ലെമണിൻ്റെ ലീവ്സ് എടുത്ത് സ്മെല്ല് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും, തുളസീൻ്റെ സ്മെല്ല് പോലെയല്ല ലെമണിൻ്റെ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തെടുക്കുക, പുതിന, മിൻ്റ് എടുക്കുക. അത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുക, അതിൻ്റെ സ്മെല്ല് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഈ സ്മെല്ലുള്ള പ്ലാന്റ്സിൻ്റെ ലീവ്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെ സ്മെല്ലും ചെക്ക് ചെയ്യുക. അപ്പോൾ സ്മെല്ല് എന്തായിരിക്കും, ഒന്ന് മറ്റൊന്നിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും സ്മെല്ലുകൾ തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മളെ ചാപ്റ്റർ തീർന്നിട്ടില്ല, അതിൻ്റെ ബാക്കി എന്തുണ്ട്, നമുക്ക് ഈ ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കും. അത് പ്ലാന്റ്സ് ആൻഡ് മെഡിസിൻ വാല്യൂ ഓയിൽ ഫ്രം പ്ലാന്റ്സ്, അതും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് വർക്കും ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കും. ടെക്സ്റ്റ് വർക്ക് ലൈവായിട്ട് എടുത്താൽ ശരിയാവില്ല, കാരണം പല കുട്ടികൾക്കും ലൈവ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. റേഞ്ച് പ്രോബ്ലം വരുന്നുണ്ട്, നെറ്റ് പ്രോബ്ലം വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളൊക്കെ വേറെ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരേ സമയത്ത് ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ടെക്സ്റ്റ് വർക്ക് നമുക്ക് വീഡിയോ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് ടെക്സ്റ്റ് വർക്കും ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടെ മിസ് അടുത്ത ക്ലാസ്സിലെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൊരു ആക്ടിവിറ്റി തരുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ലീവ്സ്, കളക്ഷൻ ഓഫ് ലീവ്സ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 or 6 പ്ലാന്റ്സിൻ്റെ ലീവ്സ് എടുക്കാം. ആ ലീവ്സ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, EVS നോട്ടിൽ എന്ത് ചെയ്യണം, കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സിന് ഹെഡിങ് കൊടുത്തതിന് ലീവ്സ് ഓഫ് പ്ലാന്റ്സിന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഓരോ പ്ലാന്റ്സിൻ്റെയും ലീവ്സ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ അതിൻ്റെ പേരെഴുതണം. ഇപ്പം മാംഗോ ട്രീൻ്റെ ലീവ്സ് ആണെങ്കിൽ താഴെ മാംഗോ ട്രീ, ബനിയാൻ ട്രീ ആണെങ്കിൽ ബനിയാൻ ട്രീ എന്ന് നിങ്ങൾ അതിൻ്റെ താഴെ എഴുതണം. ഓക്കെ, അത് 5 or 6 കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ EVS മിസ്സിന് വാട്സപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോട്ടെ. ഇത്രയും ഭാഗങ്ങളാണെന്ന് കവർ ചെയ്തിട്ടുള്ളത്. ദിസ് ദ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. അത്രയും ഭാഗങ്ങൾ നമ്മളൊരു ആക്ടിവിറ്റിയും ഡിസ്കസ് ചെയ്തു, ഭംഗിയായി തീർത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്യണം. ഒരു 4-5 പ്രാവശ്യം റീഡ് ചെയ്യണം. കഴിയുന്നതും നിങ്ങൾ എന്ത് ചെയ്യണം, ലൈവ് ക്ലാസ്സിൻ്റെ മുന്നേ നിങ്ങൾ വീഡിയോ ക്ലാസ് കാണണം. എന്നാലേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് നന്നായി ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഞാൻ പറയുന്ന സമയത്ത് മാക്സിമം കഴിയുന്ന എല്ലാവരും എന്ത് ചെയ്യണം, വീഡിയോ ക്ലാസ്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ദിസ് ദ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ്, ട്രീസ്, ഷേർബ്സ് ആൻഡ് ഹെർബ്സ്. 3 kinds of plants, ട്രീസ്, ഷേർബ്സ് ആൻഡ് ഹെർബ്സ്. ട്രീസ് മീൻസ് ലോങ് പ്ലാന്റ്, ഷേർബ്സ് മീൻസ് ബുഷി പ്ലാന്റ്, കുറ്റിച്ചെടികൾ. ഹെർബ്സ് മീൻസ് ഔഷധ ചെടികൾ. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ദിസ് ദ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഗ്രോ ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്, മൗണ്ടൻ ഏരിയാസ്, അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ്, ദിസ് ദ ഡെസേർട്ട് പ്ലാന്റ്സ്, ദിസ് ദ കോക്കനട്ട് ട്രീസ് ഗ്രോ ഇൻ ദ ഹോട്ട് പ്ലേസസ് അല്ലേ. അതുപോലെ തന്നെ മാംഗോ ആൻഡ് നീം ദ വാം പ്ലേസസ്. അങ്ങനെയുള്ള പ്ലാന്റ്സിനെ കുറിച്ചും അതിൻ്റെ എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ എന്താണ്, പല പ്ലാന്റ്സിനും ലീവ്സിൽ ഡിഫറെൻ്റ് ആണ്, ഷേപ്സിൽ, അതുപോലെ വെയിൻസിൽ ഒക്കെ ഡിഫറെൻ്റ് ഉണ്ട്. അതുപോലെ വെയിൻസിനെ കുറിച്ച് നിങ്ങൾ 4th സ്റ്റാൻഡേർഡിൽ ഡീപ്പായി പഠിക്കും കേട്ടോ. 4th സ്റ്റാൻഡേർഡിലാണ് പാരലൽ വെയിൻസിനെ കുറിച്ചും റെക്ടാങ്കുലർ വെയിൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 4th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ. ലീവ്സ് ഓഫ് പ്ലാന്റ്സ്, കിച്ചൺ ഓഫ് വൈ ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ് പഠിച്ചു. എന്താണ്, ലീവ്സ് പ്രിപ്പയർ ഫുഡ് ഫോർ പ്ലാന്റ്സ്, സോ ലീവ്സ് ആർ കോൾഡ് കിച്ചൺ ഓഫ് എ പ്ലാന്റ്സ്. പിന്നെ നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ട്. അസൈൻമെൻറ്റ് എന്താ പറഞ്ഞത്, ലീവ്സ് കളക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 or 6 ലീവ്സ് എടുത്തിട്ട് EVS നോട്ടിൽ ഭംഗിയായിട്ട് എന്ത് ചെയ്യണം, ലീവ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഡിഫറെൻറ്റ് ലീവ്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ആ ലീവ്സ് നന്നായി പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്തിട്ട് അതിന് താഴെ എന്ത് ചെയ്യണം, ഓരോ ലീവ്സിൻ്റെയും പേരെഴുതണം. അതാണ് ഇന്നത്തെ അസൈൻമെൻറ്റ് കേട്ടോ. ടെക്സ്റ്റ് നന്നായി റീഡ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എടുക്കാനുള്ള ബാക്കി ഭാഗങ്ങളും അതുപോലെ ടെക്സ്റ്റ് വർക്കും കൂടെ ഡിസ്കസ് ചെയ്യാം. Okay, bye.